ആലപ്പുഴ ജില്ലയുടെ വടക്കൻ പ്രദേശമായ കരപ്പുറത്തെ പുരാതനമായ ഒരു ദേവീക്ഷേത്രത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വാരനാട് ദേവീക്ഷേത്രം ചേർത്തല ടൗണിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ അകലമേയുള്ളൂ. ഈ ദേശത്തിലെ വളരെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് എന്ന് മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ മഹാദുരിതങ്ങളും മഹാരോഗങ്ങളുമൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഇവിടുത്തെ ദേവി അതിനെല്ലാം ശാശ്വതമായ പരിഹാരം നൽകി നാട്ടിൽ നന്മയും ഐശ്വര്യവും വളർത്തുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങളുടെ അഭിപ്രായം. ഇവിടെ വഴിപാടുകളും പൂജകളും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ചെയ്യുന്ന സേവനങ്ങൾ ഈ നാട്ടുകാരെയൊക്കെ വളരെയേറെ ഈ ദേവസ്വമായിട്ടും ഈ ക്ഷേത്രവുമായിട്ടും അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് നക്ഷത്രക്കാവ്. 27 നക്ഷത്രങ്ങളെയും മരങ്ങൾ ഇവിടെ പ്രത്യേകമായി സ്ഥലമെടുത്ത് അവിടെ അതിന് തടം കെട്ടി സംരക്ഷിച്ച് പോരുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നക്ഷത്രക്കാവ് എന്ന് പറയുന്നത് ജ്യോതിഷശാസ്ത്രപ്രകാരം അശ്വതി മുതൽ രേവതി വരെ 27 നാളിനും ഓരോ വൃക്ഷവും ഓരോ മൃഗവും ഓരോ പക്ഷിയും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വൃക്ഷ പക്ഷി മൃഗങ്ങളെയെല്ലാം നമ്മൾ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ തൻ്റെ ജീവിതചര്യകളിലും എല്ലാവിധ സുഖങ്ങളും നമുക്കുണ്ടാകുമെന്നാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ പൊതുവെയുള്ള ആളുകളുടെ വിശ്വാസം. അതനുസരിച്ച് വാരനാട് ദേവസ്വം ആ 27 നാളിലും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വൃക്ഷങ്ങൾ ഇവിടെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ വൃക്ഷങ്ങളെല്ലാം ഓരോ വൃക്ഷത്തിനും പ്രത്യേകതകളുള്ളതാണ്, പ്രത്യേക ഔഷധ ഗുണങ്ങളുമുള്ള വൃക്ഷങ്ങളാണ്. ആ വൃക്ഷങ്ങൾ ഇവിടെ എത്തുന്ന ധാരാളം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദിവസവും രാവിലെ വന്ന് പ്രദക്ഷിണം ചെയ്ത് തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഈ നക്ഷത്രക്കാവ് എന്ന് പറയുന്നത്. പിന്നെ 27 നക്ഷത്രങ്ങൾക്കും ഓരോരോ മരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ മരങ്ങൾക്കും ഓരോരോ വൃക്ഷങ്ങളുള്ളത് എല്ലാം ഇങ്ങനെ ആ നക്ഷത്രക്കാരുമായിട്ട് വളരെ താതാത്മ്യം, അതായത് അവരവരുടെ നക്ഷത്ര മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതിന് അവർക്ക് അതിനെ സംരക്ഷിക്കുകയും ചെയ്താൽ
വളരെ അവർക്ക് വളരെ വളരെ ഗുണം ചെയ്യുമെന്നാണ് ഐതിഹ്യം പറയുന്നത്. അങ്ങനെ ഓരോ മരങ്ങളെയും സംരക്ഷിച്ചാൽ ആ നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഐതിഹ്യം പറയുന്നു. അശ്വതി നക്ഷത്രത്തിൻ്റെ മരം കാഞ്ഞിരം എന്ന് പറഞ്ഞ മരമാണ്. കാഞ്ഞിരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചികിത്സകൾക്കും എടുക്കുന്നൊരു ഔഷധ സസ്യമാണ് കാഞ്ഞിരം എന്ന് പറയുന്നത്. അലോപ്പതി, ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോ എല്ലാ മരുന്നുകൾക്കും എടുക്കുന്നൊരു ഔഷധ ആണ് കാഞ്ഞിരം. അതിൻ്റെ കുരു, അതിൻ്റെ ഇല, തൊലി അങ്ങനെ പലതും എടുത്ത് ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ചികിത്സകൾക്കും എടുക്കുന്നൊരു സസ്യമാണ് കാഞ്ഞിരം. അടുത്തത് ഭരണി എന്ന് പറഞ്ഞ നെല്ലി. ഭരണിയുടേത് നെല്ലിയാണ്. അത് ഈ ത്രിഫല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക, കടുക്ക, താന്നിക്ക. നെല്ലിക്ക കൊണ്ട് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. പ്രത്യേകിച്ചും വൈറ്റമിൻ സി കൂടുതലുള്ളതും പ്രായം ചെന്ന ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. നെല്ലിക്ക കൊണ്ട് ഒരുപാട് ചികിത്സകൾക്ക് എടുക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി കൂട്ടി കിട്ടാനും ഒക്കെ നെല്ലിക്ക വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അത്തി, കാർത്തികയുടെ അത്തി എന്ന് പറയുന്ന വൃക്ഷമാണ്. നാൽപ്പാമരം, അത്തി, ഇത്തി, അരയാൽ, വേരാൽ എന്നുള്ള നാൽപ്പാമരം 4 ആലിൽപ്പെട്ടതാണ്. 4ഉം നക്ഷത്രമരങ്ങളിൽ വരുന്നതാണ്. എങ്കിലും കാർത്തികയുടെ നക്ഷത്രമാണ് അത്തി. അത് നാൽപ്പാമരത്തിൽപ്പെട്ട് വാദസംബന്ധമായിട്ടും എല്ലാത്തിനും നാൽപ്പാമരം മൊത്തം അത്തി, ഇത്തി, അരയാൽ, വേരാൽ 4ഉം ആയുർവേദ ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ളതും വളരെ ആളുകൾക്ക് ചികിത്സയ്ക്ക് എടുക്കുന്നതുമാണ്. രോഹിണിയുടേത് ഞാവലെന്ന് പറഞ്ഞ മരമാണ്. ഞാവലിന് പ്രത്യേകിച്ച് ഇന്നത്തെ ആയുർവേദ അലോപ്പതി ചികിത്സയിൽ മാറാരോഗങ്ങളെന്ന് പറയുന്ന ഷുഗറുകാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അതിൻ്റെ തൊലി കഷായം വെച്ച് കുടിക്കാം. ഞാവൽക്കുരു ഉലുവ സമം ഞാവൽക്കുരുവും ചേർത്ത് കാപ്പി തിളപ്പിച്ച് കുടിച്ചാൽ ഷുഗറിന് പറ്റിയ ഒരു സിദ്ധൌഷധമാണ്. ഷുഗർ മാറാവുന്നതാണ്. അത് കഴിയുക. ഷുഗർകാർക്ക് ഈ ഞാവലിൻ്റെ പഴം തിന്നാം. ഷുഗർകാർക്കൊക്കെ മധുരമുള്ള പഴങ്ങളും പൊതുവെ നിഷിദ്ധം പറയുന്നെങ്കിലും ഞാവൽപ്പഴം വളരെ ഷുഗർകാർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. മകയിരത്തിൻ്റെത് കരിങ്ങാലി എന്ന് പറഞ്ഞ മരമാണ്. കരിങ്ങാലി ഇതിൽ കുടിവെള്ളത്തിൽ എല്ലാവരും സർവ്വസാധാരണമായിട്ട് എടുക്കുന്ന കരിങ്ങാലി നമ്മുടെ രക്തശുദ്ധീകരണത്തിന്, രക്തത്തിലുള്ള ഏത് ദൂഷ്യവും മാറി രക്തത്തിനെ ശുദ്ധമാക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ തിരുവാതിര എന്നുള്ളത് കരിമരം എന്ന് പറഞ്ഞൊരു മരമാണ്. അത് കഴിഞ്ഞാൽ പുണർദത്തിൻ്റെത് മുളയെപ്പറ്റി പറയാതെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മുള പല ഔഷധത്തിനും എടുക്കുന്ന, ഞാൻ ചികിത്സയ്ക്ക് എടുക്കുന്നതിൽ പച്ച ഇല്ലിമുളയുടെ നീര്, പച്ച ഇല്ലിമുള മിക്സിയിൽ അരച്ച് പിഴിഞ്ഞ നീര് സമം ഉണക്കലരിക്കാടിയും ചേർത്ത് കല്ലുപ്പും ചേർത്ത് വറ്റിച്ച് നടുവേദനക്ക് പുരട്ടിയാൽ വളരെ സിദ്ധൌഷധമാണ്. വേറെ പല രോഗ ചികിത്സയ്ക്ക് എടുക്കുന്നതാണ്. അടുത്ത പൂയത്തിൻ്റെത് അരയാലാണ്. അരയാലിനെ പറ്റി പറയാതെ എല്ലാവർക്കും അറിയാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച നാൽപ്പാമരത്തിൽപ്പെട്ടതുമാണ്. അത് കഴിയുക. ഈ അരയാലിനുള്ളൊരു പ്രധാന ഗുണം ഏറ്റവും നമുക്ക് മനുഷ്യന് ഓക്സിജൻ തരുന്ന മരങ്ങളിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന മരമാണ് അരയാൽ. അത് കഴിയുക. ഇടിമിന്നലിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് അരയാലെന്ന് പറഞ്ഞ മരത്തിനുണ്ട്. ഓരോ ഔഷധ സസ്യത്തിനും ഇങ്ങനെ ഓരോരോ കഴിവുള്ളതിൽ ഇടിമിന്നലിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് അരയാലിനുണ്ട്. എല്ലാത്തിനേക്കാളും ഉപരി നമുക്ക് ഏറ്റവും ശുദ്ധവായു തരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന 3-4 മരങ്ങളിൽ മുൻപന്തി നിൽക്കുന്നതാണ് അരയാൽ, ആര്യവേപ്പ് ഇങ്ങനെയുള്ള ഓരോ മരങ്ങളും ശുദ്ധവായു തരുന്നതാണ്. അടുത്തത്
ആയില്യത്തിൻ്റെത് പലരും അറിയാതെ തെറ്റിദ്ധാരണയിൽ നാരകം എന്ന് പറഞ്ഞ മരം ആണ് എടുക്കുന്നത്. നാരകമല്ല, നാഗമരമാണ് യഥാർത്ഥം. ആയില്യത്തിൻ്റെ നാഗമരം എന്ന് പറഞ്ഞ മരമാണ്. അതിനിങ്ങനെ ഓരോന്നിനും ഓരോരോ ഔഷധ ഗുണമുണ്ട്. അതിൻ്റെ അടുത്ത മകം നേരത്തെ പറഞ്ഞ നാട്ടാമരത്തിൽപ്പെട്ടതാണ്. പേരാലാണ് അതിൻ്റെ മരം. അടുത്തത് പൂരത്തിൻ്റെ പ്ലാശ് എന്ന് പറഞ്ഞൊരു മരമാണ്. പ്ലാശിൻ ചമത എന്നുകൂടി പറയും അതിന്. പ്ലാശ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ക്രിയാദി കർമ്മങ്ങൾക്കൊക്കെ എടുക്കുന്നതുമാണ്. മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ എടുക്കുന്നതാണ്. അത് രോഗചികിത്സയിലും പലതിനും എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് പൂരത്തിൻ്റെ ഇത്തിയാണ്. നേരത്തെ പറഞ്ഞ ഇത്തി നാൽപ്പാമരത്തിൽപ്പെട്ട ഇത്തിയാണ്. ഇത്തി ആലും പല ഹോമക്രിയകൾക്കൊക്കെ എടുക്കുന്നു. അത് കഴിയുക ചികിത്സക്കും എടുക്കുന്ന നാൽപ്പാമരത്തിൽപ്പെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ്. അത്തത്തിൻ്റെത് അമ്പഴം എന്ന് പറഞ്ഞ മരമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സസ്യമാണല്ലോ അമ്പഴം ഇങ്ങനെ കൂടുതലും അത് അമ്പഴത്തിൻ്റെ തൊലി, അതിൻ്റെ വേരിൻ്റെ തൊലി, അമ്പഴത്തിൻ്റെ തൊലി ഇങ്ങനെ പല രോഗചികിത്സയൊക്കെ എടുക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അമ്പഴങ്ങ അച്ചാർ മുതലായതിട്ടും കറികൾക്കുമായിട്ട് അമ്പഴങ്ങ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ്. അത് കഴിഞ്ഞ് ചിത്തിരയുടെ കൂവളമാണ്. കൂവളം എന്ന് പറഞ്ഞ മരം ദശമൂലത്തിൽപ്പെട്ട കുമ്പിള്, പാതിരി, പലകപ്പയ്യാഞ്ഞിലി, മൂഞ്ഞ, ഓരല, മൂവില, ചെറുപഴുതന, വെൺപഴുതന, ഞെരിഞ്ഞിലി, ഇതാണ് ദശമൂലം. അതിൽപ്പെട്ടൊരു പ്രധാന രണ്ടാമത്തെ സാധനമാണ്. കൂവള് കഴിഞ്ഞാലുള്ളതാണ് അത്. പിന്നെ പല പല രോഗങ്ങൾക്ക് കൂവളത്തിൻ്റെ പല ഇല, കായും വേരും എല്ലാം ചികിത്സക്ക് എടുക്കുന്നതാണ്. ചോതിയുടേത് നീർമരുതെന്നൊരു മരമാണ്. നീർമരുത് പല പല രോഗങ്ങൾക്ക് എടുക്കുന്നതാണെങ്കിലും ഷുഗറിന് കഷായം കൊടുക്കുന്നതിൽ മാറാരോഗങ്ങളായ ഷുഗറിന് നീർമരുതിൻ്റെ തൊലി ഉൾപ്പെടെയുള്ള നേരത്തെ പറഞ്ഞ ഞാവൽ തൊലിയൊക്കെ ഉൾപ്പെടെ ഷുഗറിന് പറ്റിയൊരു കഷായത്തിൽ എടുക്കുന്നതാണ്. വേറെ പല പല രോഗങ്ങൾക്കും എടുക്കാവുന്ന ചികിത്സക്ക് എടുക്കുന്നതാണ്. അത് കഴിയുക വിശാഖത്തിൻ്റെത് വയ്യങ്കതയാണ്. അനിഴത്തിൻ്റെത് ഇലഞ്ഞിയും ഒരുപാട് രോഗങ്ങൾക്കും ഒരുപാട് ചികിത്സക്ക് എടുക്കുന്നതാണ്. രോഗചികിത്സക്ക് എടുക്കുന്നതാണ്. തൃക്കേട്ടയിൽ വെട്ടി എന്ന് പറഞ്ഞ മരമാണ്. അത് കഴിഞ്ഞ് മൂലത്തിൻ്റെത് വയന എന്ന് പറഞ്ഞൊരു മരമാണ്. പൂരാടത്തിൻ്റെത് വഞ്ചി ആണ്. ഉത്രാടത്തിൻ്റെത് പ്ലാവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് പ്ലാവിൻ്റെ ചക്കയെപ്പറ്റിയും പ്ലാവിൻ്റെ അതുകൊണ്ടുള്ള എല്ലാ അവയവങ്ങളും തന്നെ ഹോമം ക്രിയാദികൾക്കെടുക്കുന്നതും ചക്ക വലിയ പഴത്തിനെടുക്കുന്നതും പ്രത്യേകിച്ച് ചക്കക്കുരുവിൻ്റെ തൊലിയിലിരിക്കുന്ന ചുവപ്പ് തൊലി, ഇതിൽ ജാക്കലിൻ, ലാക്റ്റിൻ എന്ന 2 ഘടകങ്ങളുണ്ട്. അത് എയ്ഡ്സ് രോഗം വരെ മാറ്റിത്തരുമെന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്നതും. അതുകൊണ്ട് ചികിത്സിച്ച് മാറ്റിക്കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് തിരുവോണം എന്ന് പറഞ്ഞ എരിക്കെന്ന് പറഞ്ഞ മരമാണ്. വാദസംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കും എരിക്ക് ചികിത്സക്ക് എടുക്കുന്നതാണ്. അതിൻ്റെ പൂവും മറ്റും ആരാധനകൾക്കും മാല കെട്ടാനും മറ്റ് പല ഇതിനും എടുക്കുന്നതാണ് എരിക്ക്. അത് കഴിഞ്ഞ് അവിട്ടത്തിൻ്റെത് വന്നി, ചതയത്തിൻ്റെ കടമ്പ്, പൂരിട്ടാതിയുടേത് തേന്മാവാണ്. സാധാരണയുള്ള തേന്മാവ് എല്ലാവർക്കും അറിയാം. തേന്മാവാണ്, അത് തന്നെയാണ് സാധനം. ഉത്തട്ടാതിയുടെ കരിമ്പനയാണ്. രേവതിയുടേത് ഇരിപ്പ എന്ന് പറഞ്ഞ മരമാണ്. ഇതെല്ലാം തന്നെ ഓരോരോ രോഗങ്ങൾക്കും പറ്റിയ പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളാണ്. ഓരോന്നിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. അത് കഴിയുക ആരാധനകൾക്കും ഹോമങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇതിൻ്റെ പ്രത്യേക അവയവങ്ങളെല്ലാം എടുക്കും. വിറകും ഇതെല്ലാം എടുത്ത് ഹോമങ്ങൾ നടത്തുന്നതിനെടുക്കാറുണ്ട്. ഈ ഓരോ ഗ്രഹങ്ങളും ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോരോ ഗ്രഹങ്ങൾ ഇതിൻ്റെ സൂചന വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുമായിട്ട് ഈ മരങ്ങൾ താതാത്മ്യമുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. ഓരോ നക്ഷത്രക്കാരും അവരവരുടെ മരത്തിൻ്റെ
മരം കാണുക, ആ മരത്തിൻ്റെ വായു ശ്വസിക്കുക, ആ മരത്തിൻ്റെ തണലിൽ നിൽക്കുക, ഇതെല്ലാം അവർക്ക് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ ദിവസവും അവരുടെ ആ മരം കാണുക, കണി കാണുക എന്നൊക്കെ പറയുന്ന പോലെ കണി കണ്ടാൽ തന്നെ ഇതിൽ നിന്നൊരു ആകിരണ ശക്തിയുണ്ട് ഈ നക്ഷത്രക്കാർക്കെന്നാണ് പറയുന്നത് ഓരോരോ മരങ്ങളുമായിട്ട്. അപ്പോൾ അത് കൊണ്ട് പ്രത്യേക ഗുണങ്ങൾ കിട്ടും. അങ്ങനെ ആണ് 27 മരങ്ങൾക്കുള്ള ഗുണങ്ങൾ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്കൂളുകൾക്ക് ബയോഗ്യാസ് പ്ലാന്റുകൾ നൽകും കൃഷിവകുപ്പ് മന്ത്രി. വാഴനാരിൽ നിന്നും കരകൗശല ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്കൂളുകൾക്ക് ബയോഗ്യാസ് പ്ലാന്റുകൾ നൽകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി ശ്രീ കെ.പി. മോഹനൻ പറഞ്ഞു. കൃഷിവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം ജില്ലയിലെ നേമം വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കിയ ജൈവ കാർഷിക പദ്ധതിയിലെ പച്ചക്കറികളുടെ ആദ്യ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നേമം വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂളിലെ 45 കുട്ടികൾ വിളയിച്ചെടുത്ത ചീര, തക്കാളി, മുളക് എന്നിവയുടെ വിളവെടുപ്പാണ് ഇന്നലെ നടന്നത്. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ നാളികേര സംഭരണത്തിനും സംസ്കരണത്തിനും നീര ഉൽപാദനത്തിനുമായി വിവിധ കേരോൽപാദക സംഘങ്ങൾ രൂപീകരിക്കുന്നു. ചുരുങ്ങിയത് കായ്ഫലമുള്ള 10 തെങ്ങെങ്കിലും സ്വന്തമായുള്ള കർഷകർക്ക് അപേക്ഷ നൽകാം. ശരാശരി 4000 മുതൽ 5000 തെങ്ങുകളെങ്കിലും ഓരോ കേരോൽപാദക സംഘത്തിൻ്റെയും പ്രവർത്തന പരിധിയിൽ ഉണ്ടാകണം. നാളികേര വികസന ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ ഫീസായി 200 രൂപ അടയ്ക്കണം. വിശദ വിവരങ്ങൾക്ക് 0484 2 37 72 66 എന്ന നമ്പറിൽ വിളിക്കുക. എറണാകുളം കൃഷിവിജ്ഞാന കേന്ദ്രം മത്സ്യക്കൂട് നിർമ്മാണത്തിൽ സാങ്കേതിക പരിശീലനം നടത്തുന്നു. സർക്കാർ സ്ഥാപനങ്ങൾക്കോ സന്നദ്ധ സംഘടനകൾക്കോ പരിശീലനത്തിലുള്ള വേണ്ട വ്യക്തികളെ തിരഞ്ഞെടുത്ത് അയക്കാവുന്നതാണ്. 10 പേരടങ്ങിയ ഒരു ഗ്രൂപ്പിന് 4 ദിവസത്തെ പരിശീലനത്തിന് 20,000 രൂപയാണ് ഫീസ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കൂട് മത്സ്യകൃഷി പരിപാലനത്തിലുള്ള തുടർ സാങ്കേതിക സഹായവും KVKയിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0484 2 49 24 50 എന്ന നമ്പറിലോ 9447 99 39 80 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വാഴപ്പോളയിൽ നിന്നും യന്ത്രം ഉപയോഗിച്ച് നാരുണ്ടാക്കുന്നതിനും നാരിൽ നിന്നും വിവിധ കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശീലനം നൽകുന്നു. ഒരു ദിവസത്തെ പരിശീലന പരിപാടി സൗജന്യമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0499 42 32 993 എന്ന നമ്പറിലോ 9895 00 66 75 എന്ന നമ്പറിലോ വിളിക്കുക. മിൽമ ട്രെയിനിംഗ് സെന്ററിൽ പശു വളർത്തലിൽ പരിശീലനം ലഭിച്ച കർഷകർക്ക് പശുക്കൾക്കുള്ള പ്രഥമ ചികിത്സയിൽ 4 ദിവസത്തെ പരിശീലനം നൽകുന്നു. ഈ മാസം 26 മുതൽ 29 വരെ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിലാണ് പരിശീലനം. താൽപ്പര്യമുള്ള ക്ഷീര കർഷകർ നവംബർ 24 മുൻപായി പേരുകൾ രജിസ്റ്റർ ചെയ്യുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 2 69 58 69. ഇനി കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചിയിൽ 14,200 രൂപ, കോഴിക്കോട് 15,700 രൂപ, തൃശ്ശൂരിൽ 14,500 രൂപ. കൊപ്ര കൊച്ചിയിൽ 9,530 രൂപ, കോഴിക്കോട് 10,000 രൂപ, തൃശ്ശൂരിൽ 9,750 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, ഗാർബിൾഡ് 73,000 രൂപ. ചുക്ക് മീഡിയം 21,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ. മഞ്ഞൾ സേലത്ത് 6,700 രൂപ, ഈറോഡിൽ 6,900 രൂപ. അടയ്ക്ക പുതിയത് 16,500-നും 18,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 11,400 രൂപ, 4 ഗ്രേഡ് 11,700 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 11,400 രൂപ, 4 ഗ്രേഡ് 11,700 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 14,200 രൂപ, കൊപ്ര 9,750 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, ഗാർബിൾഡ് 73,000 രൂപ. ചുക്ക് മീഡിയം 21,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 16,500-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 250-നും 270-നും മധ്യേ. തൊണ്ടില്ലാത്തത് 460-നും 500-നും മധ്യേ. ജാതിപത്രി 750-നും 775-നും മധ്യേ. ഗ്രാമ്പൂ 1,050 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 11,400 രൂപ, 4 ഗ്രേഡ് 11,700 രൂപ. ഒട്ടുപാൽ 7,600 രൂപ, ലാറ്റക്സ് 7,600 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വില 2 ദിവസത്തിനിടയിൽ 500 രൂപ കുറഞ്ഞത് ഉൽപ്പാദന മേഖലയിൽ ചെറിയ ആശങ്ക ഉളവാക്കി. വിളവെടുപ്പ് അടുത്ത വേളയിൽ വ്യാവസായിക ഡിമാൻഡ് ചുരുങ്ങിയത് കർഷകരിൽ സമ്മർദ്ദം ഉളവാക്കുന്നുണ്ട്. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 73,000 രൂപയാണ് രേഖപ്പെടുത്തിയത്. വിദേശ ജാതിക്ക വരവ് ആഭ്യന്തര ഉൽപ്പാദകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു. മെച്ചപ്പെട്ട വില പ്രതീക്ഷിച്ച് ചരക്ക് ശേഖരിച്ചവർ ഉൽപ്പന്നം ചെറിയ തോതിൽ വിൽപ്പന നടത്തി. ഉത്തരേന്ത്യയിൽ നിന്ന് ജാതിക്കയ്ക്ക് ആവശ്യക്കാർ കുറവാണ്. മലബാർ മേഖലയിൽ കൊപ്ര വില 2 ദിവസം കൊണ്ട് 400 രൂപ ഇടിഞ്ഞത് ഉൽപ്പാദകരിൽ പരിഭ്രാന്തി പരത്തി. വൻകിട മില്ലുകാരിൽ നിന്നുള്ള ആവശ്യം ചുരുങ്ങിയത് തളർച്ച രൂക്ഷമാക്കും. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിലും എണ്ണവില ഇടിഞ്ഞു. കൊച്ചി ലേലത്തിൽ കയറ്റുമതിക്ക് അനുയോജ്യമായ ഏലക്ക വില കിലോ 1,033 രൂപയായി ഉയർന്നു. ശരാശരി ഇനങ്ങൾ 779 രൂപയിലാണ് രേഖപ്പെടുത്തിയത്. ലേലത്തിന് വന്ന ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞതും ശ്രദ്ധേയമായി. റബ്ബർ വിലയിൽ കാര്യമായ മാറ്റമില്ല. ടയർ കമ്പനികളിൽ നിന്നുള്ള ആവശ്യം ഉയർന്നില്ല. സ്റ്റോക്കിസ്റ്റുകളും ഷീറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങൾ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.9, 24.4. കൊച്ചി 33.9, 25.4. ആലപ്പുഴ 32.4, 24.5. പുനലൂർ 30.5, 21.2. തിരുവനന്തപുരം കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.